ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്ഷി കിച്ചൺ. ഇന്ന് നമുക്ക് പാവയ്ക്ക വെച്ചിട്ട് കറി തയ്യാറാക്കാം. പാവയ്ക്ക കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഇതിന് കൈപ്പയ്ക്ക എന്നും പറയാറുണ്ട്. ഇത് ചെറിയ പാവയ്ക്കയാണ്, അതുകൊണ്ട് ഞാനിവിടെ 2 എണ്ണം എടുത്തിരിക്കുന്നത്. ഇപ്പം വലുതാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും. ഇനി ഇതിനകത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ കറിയിലേക്ക് വേണ്ടത് പുളിയാണ്. സാമ്പാറിലൊക്കെ ചേർക്കുന്ന പുളിയില്ലേ, അത്. ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുതിർക്കാൻ വയ്ക്കാം. ഇനി ഈ ചട്ടിയിലേക്ക് പാവയ്ക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലെ കുരുവൊക്കെ കളഞ്ഞ് ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളമില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം പഴകിയ പുളിയാണ്, അതുകൊണ്ടാണ് ഈ കളറ്. ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ്, പിന്നെ സ്വല്പം ഉലുവാപ്പൊടി കൂടരുത്, കയ്പ്പരസം വരും കറിക്ക്. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇതിനി അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പാവയ്ക്ക വെന്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പാവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഈ കളർ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി പഴകിയ പുളിയായിരുന്നു, അതുകൊണ്ടാണ് ഈ കളർ വന്നത്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് 5 മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. പാവയ്ക്കക്കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിലാണ് താളിച്ചെടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചെടുത്തതാണിത്. ഈ കറിയാണെങ്കിൽ കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം നിങ്ങൾ കഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്, അധികം കയ്പൊന്നുമില്ല. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം.